മഹാരാഷ്ട്രയിൽ ഷിൻഡെ പക്ഷവും അതോടൊപ്പം തന്നെ അജിത് പവാറും ചേർന്ന് ഇപ്പോൾ അവരവരുടെ വസതികളിലും താജ് ഹോട്ടലിലുമായി യോഗങ്ങൾ വിളിച്ചിരിക്കുകയാണ്. ആ യോഗം പുരോഗമിക്കുന്നു, യോഗം ആരംഭിച്ചു എന്നെ സംബന്ധിച്ചുമൊക്കെയുള്ള വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട്. ഡൽഹിയിൽ നിന്നും ശരത്ലാലാണ് അതിൻ്റെ വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത്. ശരത്ലാൽ, മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ സജീവമാകുന്നതിനിടയിലാണ് ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും ഇപ്പോൾ യോഗങ്ങൾ വിളിച്ചിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ശിവസേന നേതാവ് മുഖ്യമന്ത്രിയുമായ ഏക്നാഥ് ഷിൻഡെ തന്റെ പുതുതായി തെരഞ്ഞെടുപ്പെട്ട MLA-മാരുടെ യോഗമാണ് താജ് ഹോട്ടൽ, ബാന്ദ്രയിലെ താജ് ഹോട്ടലിൽ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് ഒരേ ഒരു അജണ്ട മാത്രമാണ് ഇതിൽ വ്യക്തീകരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അത് പാർലമെന്ററി പാർട്ടി നേതാവിനെ തെരഞ്ഞെടുക്കുക, എല്ലാ തീരുമാനങ്ങൾ എടുക്കാനുള്ള മുഴുവൻ ചുമതലയും ഷിൻഡെക്ക് ഏൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് മുഖ്യമന്ത്രി ഷിൻഡെ ഈ യോഗം വിളിച്ചു ചേർക്കുന്നത്. രാഷ്ട്രീയ പാർട്ടി നേതാവായി ഷിൻഡെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഷിൻഡെ വിഭാഗത്തിന്റെ അവകാശവാദം ഉന്നയിക്കപ്പെടും. ഇത് MLA-മാർ തമ്മിൽ ചർച്ച നടത്തിയ ശേഷമായിരിക്കും ഇത്തരമൊരു തീരുമാനം എടുക്കുക. ഇതിനുശേഷം MLA-മാരുടെ യോഗത്തിന് ശേഷം ഷിൻഡെ പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പത്രസമ്മേളനത്തിൽ താൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള തന്റെ MLA-മാരുടെ അവകാശവാദമായിട്ട് അദ്ദേഹം ഉന്നയിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഷിൻഡെ വിഭാഗത്തിന്റെ യോഗം തുടരുകയാണ്. ഇതേസമയം തന്നെ അജിത് പവാറും തന്റെ തെരഞ്ഞെടുക്കപ്പെട്ട NCP-യുടെ MLA-മാരുടെ പുതുതായി തെരഞ്ഞെടുപ്പ് NCP MLA-മാരുടെ തന്റെ ഔദ്യോഗിക വസതിയിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. താനാണ് യഥാർത്ഥ NCP എന്ന് തെളിഞ്ഞു കഴിഞ്ഞു എന്ന് ആമുഖമായി അദ്ദേഹം MLA-മാരോട് വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിൽ അപ്പുറം ഒരു പ്രമുഖ വകുപ്പ്, അതായത് ആഭ്യന്തരം ലഭിക്കണമെന്നാണ് അജിത് പവാറിന്റെ ആവശ്യം. ഏതായാലും ഇക്കാര്യത്തിൽ എത്രത്തോളം BJP വിട്ടുവീഴ്ച ചെയ്യും എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. എന്നാൽ BJP-യെ സംബന്ധിച്ചിടത്തോളം രണ്ടു കൂട്ടരെയും ഒരുമിച്ച് നിർത്തി മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുക എന്ന ലക്ഷ്യമാണ് ഉള്ളത്. ഇതിന് ബദലായിട്ട് മുഖ്യമന്ത്രി സ്ഥാനം കൈമാറ്റം ചെയ്യുന്ന സമയം വെച്ച് കൈമാറ്റം ചെയ്യുന്ന, അതായത് 6 മാസമോ 2 വർഷമോ 1 വർഷമോ ഈ രീതിയിലുള്ള ഒരു ഫോർമുലക്ക് കൂടി ഷിൻഡെ വിഭാഗം തയ്യാറാണ് എന്ന് BJP നേരത്തെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി ഇത്ര മഹത്തായ വിജയം നേടിയ ശേഷം തമ്മിൽ തല്ല് ഇല്ലാത്ത രീതിയിൽ പ്രശ്നം പരിഹരിക്കണമെന്നാണ് പ്രധാനമന്ത്രി ഇന്നലത്തെ പ്രസംഗത്തിൽ, പാർട്ടി ആസ്ഥാനത്ത് നടത്തിയ പ്രസംഗത്തിൽ നൽകിയ സൂചന. ഷിൻഡെയുടെ പേര് ആദ്യം പറഞ്ഞുകൊണ്ടും നന്ദി അറിയിച്ചുകൊണ്ടുമാണ് പ്രധാനമന്ത്രി പ്രസംഗം തുടങ്ങിയത് തന്നെ. അതുകൊണ്ട് BJP ഷിൻഡെയുടെ കാര്യത്തിൽ മൃദു സമീപനം സ്വീകരിക്കും എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഗൗതം. ശരി ശരത്ലാൽ, എന്തായാലും ആ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനം അതൊരു പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ സമ്മേളനങ്ങളൊന്നായി മാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട് BJP-യും അതോടൊപ്പം തന്നെ ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും ഉൾപ്പെടെയുള്ള നേതാക്കൾ അവരുടേതായിട്ടുള്ള അവകാശവാദങ്ങൾ, അവർ ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ ഫോർമുല എന്താണ് എന്ന് സംബന്ധിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ കൗതുകരമായ കാര്യമായി അത് മാറും. എന്തായാലും ഇക്കുറി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉള്ള സാഹചര്യത്തിൽ BJP-ക്ക് ഒരുപക്ഷെ മുഖ്യമന്ത്രി പദം കഴിഞ്ഞ തവണത്തെ പോലെയുള്ള വിട്ടുവീഴ്ചകളൊന്നും ഇല്ലാതെ തന്നെ ഇത്തവണ അവകാശവാദം ഉന്നയിക്കാനുള്ള സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അവർക്ക് അനുകൂലമായ മാറിയ കാഴ്ച കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇപ്പോൾ യോഗങ്ങൾ പുരോഗമിക്കുകയാണ്. യോഗത്തിന് ശേഷം ഏക്നാഥ് ഷിൻഡെയും ദേവേന്ദ്ര ഫട്നാവിസും ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നുകൊണ്ട് മാധ്യമങ്ങളെ കാണുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിശദാംശങ്ങൾ പങ്കുവച്ചത് ഡൽഹിയിൽ നിന്നും ശരത്ലാൽ.